നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് 1200 കുംഭം 12 ഇന്ന് ഏകാദശിയാണ്. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ. ഈ കുംഭമാസം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഒത്തിരി മുന്നേറ്റങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത ധനവരവ് പോലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇവർക്ക് ലോട്ടറിയൊക്കെ അടിച്ച് വലിയ ധനങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. 1200 കുംഭമാസത്തിൽ ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ള ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സുവർണ കാലഘട്ടമാണ് കുംഭമാസം ആരംഭിക്കുന്നത്. കുംഭമാസം നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനും വിദേശത്തേക്ക് യാത്രകൾ തുടങ്ങുവാനും കഴിയുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന സമയമാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രങ്ങൾ 101 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതാണ്. വലിയ തോതിലുള്ള സമ്പന്നതയും സൗഭാഗ്യവും അശ്വതി നക്ഷത്ര ജാതകരുടെ കൈകളിലേക്ക് വന്നു ചേരുവാനും ഈ സമയം വളരെ ഗുണകരമായിട്ട് കാണപ്പെടുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്രക്കാരും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും അകലുവാനും ഇത് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈശ്വരനെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരണമേ എന്ന് ഭഗവാനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു ലോട്ടറി എടുത്ത് നോക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യദേവത കടാക്ഷിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുരിതങ്ങളും സങ്കടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും അകറ്റുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഉറപ്പായും കുംഭമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും അകലുവാനുള്ള വഴികൾ ഈശ്വരൻ തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുടുംബക്ഷേത്രങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ പോയി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും ധാരാളം ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ മനസ്സിൽ കൊതിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തും നിങ്ങൾക്കും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് ഒരു സമ്പന്നതയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് സന്തോഷകരമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതാണ്. ഉറപ്പായും നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. നിങ്ങൾ ഒരു ലോട്ടറിയെങ്കിലും ഒന്ന് എടുത്തു നോക്കുക, പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും അത് കൊണ്ടുവരുന്നത്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്.
മകീരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക ദുരിതങ്ങളും സങ്കടങ്ങളും അകലുവാനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന സമയമാണ്. കുംഭമാസത്തിൽ പൊതുവെ നിങ്ങൾക്ക് സമ്പന്നതയും സൗഭാഗ്യവും കൈ മുതലായി കിട്ടുന്നൊരു സമയമാണ്. ധാരാളം സമ്പത്ത് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഊഹക്കച്ചവടങ്ങളിൽ ധാരാളം സമ്പത്ത് കിട്ടുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഈ പുണർതം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം ധാരാളമായി കാണപ്പെടുന്ന ഒരു സമയമാണ്. ഒന്നാം സമ്മാനം പോലും ലോട്ടറിക്ക് അടിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് കുംഭമാസം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ശിവമന്ത്രങ്ങൾ 108 തവണ ജപിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് നിങ്ങൾ 108 തവണ ജപിക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നെഞ്ചത്തോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറുവാൻ വേണ്ടി ഇത് അങ്ങനെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ എടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യാനുഭവങ്ങളുമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്ത് സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് രംഗത്തുണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോട്ടറിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വിദേശത്തും സ്വദേശത്തായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഊഹക്കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ധാരാളം സമ്പത്ത് കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറിയൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ വിജയങ്ങളുമാണ് ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ട് മേഖലകളിൽ മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. ദാരിദ്ര്യാവസ്ഥയൊക്കെ വിട്ടൊഴിയുന്ന സമയമായിരിക്കും. ഈശ്വരാനുഗ്രഹവും ചൈതന്യവും ഒരുപോലെ കാണപ്പെടുന്ന ഈ സമയങ്ങളിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്കുറപ്പായും കുംഭമാസം ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് കുംഭമാസം 12 അതുപോലെ തന്നെ ഏകാദശിയുമാണ്. വളരെ അനുയോജ്യമായി കാണപ്പെടുന്നൊരു സമയമാണ്. നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളൊരു ലോട്ടറി എടുത്ത് നോക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധാരാളം ലഭിച്ചു കൊടുക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ചേരുവാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക ഉന്നതികളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ശത്രുക്കൾക്ക് മേലെ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയും. ഇനി അങ്ങോട്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ പോകുന്നത്. കുംഭമാസം ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള നക്ഷത്ര ജാതകരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരുവാനും സാധ്യതകൾ കൂടുതലാണ്.